ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആര്? ഗുരജട അപ്പറാവു. ഇറാൻ-ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സിന്ധു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1 73-74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത്. ഓപ്ഷൻ 2 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് 1990-ലാണ്. തേർഡ് ഓപ്ഷൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ഫോർത്ത് ഓപ്ഷൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 2, 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3-നാണ് നിലയിൽ വരുന്നത്. അതിൻ്റെ ആദ്യ കമ്മീഷണർ MCK രാമസ്വാമി ആയിരുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഓപ്ഷൻ ബി ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. ഓപ്ഷൻ സി 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ഓപ്ഷൻ ഡി ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറായിരുന്നു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. ശരിയായ ഉത്തരം ഇതിനുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ 1 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു 370. ഓപ്ഷൻ 2 2018 ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. തേർഡ് ഓപ്ഷൻ ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഫോർത്ത് ഓപ്ഷൻ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. തെറ്റായ ഓപ്ഷൻസ് ഏത്? ഓപ്ഷൻ 2 മാത്രമാണ് തെറ്റ്. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി റദ്ദാക്കിയത് 2019-ലാണ്. പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത് 2019 ഒക്ടോബർ 31-നാണ്. CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാം